വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് നോമ്പൊക്കെ എല്ലാവർക്കും? പിന്നെ നോമ്പ് ക്ഷീണമുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ 7th നോമ്പിലോട്ട് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഒരു നോമ്പ് എന്ന് പറയുന്നത് ഭയങ്കര ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. വീട്ടിൽ ഭയങ്കര മടിയുണ്ട് കിച്ചണിൽ കയറാനായിട്ട്. ക്ഷീണം കൊണ്ടാണ് വയ്യായിക. അപ്പോൾ കിച്ചണിൽ കയറാനൊക്കെ ഭയങ്കര വയ്യായിക. അപ്പോൾ ഇപ്പോൾ ടൈം 5 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഒരു ഫുഡും ഉണ്ടാക്കിയിട്ടില്ല. എന്താണെന്ന് സ്നാക്സിനൊരു ഐഡിയ ഉണ്ടായിരുന്നു, നമ്മൾ ബർഗർ ഉണ്ടാക്കാമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പാറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആക്കിയെടുക്കാൻ അത്ര വലിയ ടൈം വേണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൺകൂട്ടിയാണ് കേട്ടോ. നമുക്ക് മെയിൻ ഫുഡായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പുറത്ത് പോകാമെന്നുള്ളൊരു ഐഡിയ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുന്നേ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തു കേട്ടോ, അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടും കൂടി എല്ലാവർക്കും മടി കയറി. അപ്പോൾ വയ്യായിക അങ്ങ് കൂടി, അപ്പോൾ ഒന്നും ചെയ്യണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന ഒരു ഇത് മാത്രമേ വീട്ടിലുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബർഗറും ജ്യൂസ് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ടാക്കുക, അങ്ങനെ കുറച്ച് ചെറിയ പണി, അതെല്ലാവരും കൂടെ വേഗം ചെയ്യാവുന്ന കുറച്ച് പണികളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വീഡിയോയിലോട്ട് കിടക്കുന്ന മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എന്താണ്, അപ്പോൾ നമുക്കൊന്ന് ഒട്ടും ടൈം കളയേണ്ട, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അവിടെ താത്താരെ അവിടെ ബർഗറൊക്കെ റെഡി ആക്കുന്നുണ്ട്. നമുക്കതൊക്കെ ഒന്ന് പോയി നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ ബർഗർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ബന്നൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതേ മുട്ട നമുക്ക് മയോണൈസ് അടിക്കാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള പണികളൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇത് ആ ബർഗറിലോട്ട് ഇത് പാറ്റി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ പാറ്റി. ഇപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, ഒന്ന് ചെറുതായി ഒന്ന് തണവ് ഇടാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങ് വിളിച്ചപ്പോൾ ഈത്തപ്പഴമൊക്കെ കഴിച്ച് നോമ്പ് തുറന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ നോമ്പ് തുറ എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ താത്താരും കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ. ടേബിൾ നിറച്ചും ആൾക്കാരും, ടേബിൾ ഫുള്ള് സാധനങ്ങളും ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു ഈ നോമ്പ് തുറക്കാനായിട്ട്. അവരുടെ കുട്ടികളുടെ ആ ഒരു നോമ്പ് നമ്മളെക്കാൾ തിരക്കാണല്ലോ അവർക്ക് നോമ്പ് തുറക്കാനായിട്ട്. നോമ്പ് ഉണ്ടെങ്കിലും ഭയങ്കര തിരക്കാണല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു തിരക്ക് കൂട്ടലും ബഹളമായ മൊത്തമൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ഇന്നത്തെ നോമ്പ് തുറന്ന്. നോമ്പ് തുറക്കെ കഴിഞ്ഞ് നമ്മുടെ നിസ്കാരവും അതുപോലെ റെസ്റ്റ് എടുക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു 9 മണി ആവുന്ന സമയത്ത് നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് പോയി കേട്ടോ ഫുഡ് അടിക്കാൻ വേണ്ടി. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അത് ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് നിങ്ങൾ. നോമ്പ് തുറക്കുമ്പോൾ സ്നാക്സും ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മണിയാവാതെ നമ്മൾ മെയിനായിട്ടുള്ള ഫുഡ് കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വിശപ്പൊക്കെ ആയി വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതല്ല സാധാരണത്തെ കാണുന്നുണ്ടെങ്കിൽ എന്താ ഫുഡ് കൊണ്ടുവരാത്തതെന്നുള്ളൊരു മൈൻഡായിരിക്കും, വിശന്നിട്ടായിരിക്കും കയറുന്നുണ്ടാവുക റെസ്റ്റോറൻറ്റിൽ. ഇതിപ്പോൾ നമ്മൾക്ക് വിശപ്പ് അധികമില്ലാത്തതുകൊണ്ട് എല്ലാവരും നന്നായി എൻജോയ് ചെയ്തിട്ടായിട്ട് ഇരിക്കുന്നത്. ഫോട്ടോ എടുക്കുന്നവരും വീഡിയോ എടുക്കുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ. തിരുപ്പനൊടുവിൽ അവർ നമുക്ക് ഫുഡ് കൊണ്ടു തന്നു കേട്ടോ. നമ്മൾ ഒരു മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പെരിയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്രൈഡ് റൈസ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു, ബിരിയാണി, നൂഡിൽസ്, ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അവരവരുടെ ഫുഡുകൾ എടുക്കുന്ന തിരക്കിലാണേ.
എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഞാൻ ഓരോരോ ഫുഡായിട്ട് ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നൂഡിൽസും ഫ്രൈഡ് റൈസും മന്തിയും പെരി പെരി അൽഫാം എല്ലാം ടേസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. അതിൽ അൽഫാമിൻ്റെ കാര്യം പറയുകയായിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഇമ്മാതിരി എരിവുള്ള സാധനം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഓവർ എരിവ് പറ്റില്ല. ഇത്താടെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എരിവ്. നല്ല എരിവുള്ള സാധനങ്ങൾ അവൾക്ക് ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് വരെ എരിവ് പറ്റാണ്ടായിട്ടോ. അപ്പോൾ അത്രയും എരിവുള്ള സാധനമായിരുന്നേ. ഞങ്ങളെല്ലാവരും ഓരോരുത്തർ എന്താ പറയുക പെപ്സിയുടെ ഗ്ലാസ് വരെ ചുണ്ടിൽ വെച്ചിട്ട് ഇരുന്നവരുണ്ട് കേട്ടോ. അത്രയും എരിവ് ചുണ്ടിനൊക്കെ വന്നിട്ട് കുറേയൊക്കെ ഞങ്ങളത് ബാക്കി വെച്ചു കേട്ടോ കഴിക്കാൻ പറ്റാണ്ട്. പക്ഷെ വേറെ ബാക്കിയുള്ള ഫുഡൊക്കെ പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നൂഡിൽസ് ആണെങ്കിലും ഫ്രൈഡ് റൈസ് ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡടി കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.